ഒരാളെ കൂടെ ഞാനൊന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അദ്ദേഹം എഴുത്തിൻ്റെ പല വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. പുതിയ കാലത്തെ എഴുത്തുകാരിൽ ഏറ്റവും പ്രഗത്ഭരായ ആളുകളിൽ ഒരാളാണ്. കവിയാണ്, ഗാനരചയിതാവാണ്, അത്യാവശ്യം തിരക്കഥ ഒക്കെ എഴുതുന്ന ഒരാളാണ്, ചെറുകഥകൾ എഴുതുന്ന ഒരാളാണ്. സർവോപരി ഞങ്ങളുടെ വലിയ സുഹൃത്താണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഹരിനാരായണൻ. ഹരി നമസ്കാരം, സ്വാഗതം. ഹരി, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പുതിയൊരു കാലത്തിന്റെ എഴുത്ത് വഴികളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ മേഖലകളിൽ അവിടെ ഇപ്പൊ അങ്ങനെ വിരാജിക്കുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. അവിടുത്തെ ഒരു ശക്തമായ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന ആളാണ് ഹരി. മാത്രമല്ല, MT സാറിന്റെ കൂടെ ചില യാത്രകൾ ചെയ്യാനും അടുക്കാനും, ഇപ്പം നേരത്തെ അശ്വതി പറഞ്ഞ പോലെ നമുക്ക് അടുക്കാനൊക്കെ സന്ദർഭം കിട്ടിയിട്ടുണ്ടെങ്കിലും വെറുതെ ഒരു പേടിയുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. ഈ സൃഷ്ടികളൊക്കെ ഓർത്തിട്ടും അല്ലാതെ ബഹുമാനം കൊണ്ടുണ്ടാകുന്ന ഭയം. എന്നാൽ ഹരിക്ക് യാദൃശ്യമായിട്ട് അങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യാനും കുറെ ഒരു സൗഹൃദം ഉണ്ടാക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളാണ് അല്ലേ? സൗഹൃദം എന്ന് പറയാൻ പറ്റില്ല, അത് ശരിയല്ല. പക്ഷെ എന്നാലും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിന് ഒരു കാരണം MT സാറിൻ്റെ കൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള കറണ്ട് ബുക്സിൻ്റെ പെപ്പിൻ തോമസ് ആണ്. അത് നമുക്കൊക്കെ അറിയുന്ന, പിഷാരടിക്കും അറിയാം, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ദുബായിലെ ഏഷ്യ വിഷൻ അവാർഡ് ഉണ്ടല്ലോ, അതെ. അപ്പോൾ യൂസഫ് ലെൻസ്മാനും ഒക്കെയുള്ള ഇവിടെ ദുബായിൽ വെച്ചിട്ട് ആണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം 3 ദിവസം അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്തെ റൂമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പെപ്പിൻ ചേട്ടൻ പരിചയപ്പെടുത്തി. അതിന് വേറൊരു കാരണം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെയും കഥകളെയും ഒക്കെ വെച്ച് ഒരു പാട്ട് എഴുതാൻ പറ്റി. ആ പാട്ട് അവിടെ ചെയ്തിരുന്നു. ആ പാട്ട് അദ്ദേഹത്തിനെ കേൾപ്പിച്ച് പെപ്പിൻ ചേട്ടൻ തന്നെ പരിചയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ പേടിച്ചിട്ടാണല്ലോ ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞു, സംസാരിച്ചു. അപ്പോൾ പാട്ട് എഴുതുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോടൊരു കഥ പറഞ്ഞു തന്നു. ഒരുപക്ഷെ അത് ഞാൻ പിന്നീട് അതൊരു ഉപദേശമായിട്ടാണ് എടുക്കുന്നത്. ഈ നഗരമേ നന്ദി എന്ന് പറയുന്ന സിനിമയിൽ നമുക്കൊക്കെ അറിയുന്ന മഞ്ഞണി പൂനിലാവ് എന്ന് പറയുന്ന പാട്ട് ഭാസ്കരൻ മാഷാണ് എഴുതിയത്. ആ പാട്ട് MT സാറിൻ്റെ തിരക്കഥയാണല്ലോ. അപ്പോൾ MT സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും പാട്ട് എഴുതുന്ന സമയത്ത് ഭാസ്കരൻ മാഷ് സീനിയറാണ്. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ മുമ്പിലിരിക്കണ പോലെ ഞാനന്ന് ഭാസ്കരൻ മാഷിൻ്റെ മുമ്പിലിരിക്കുകയായിരുന്നു എന്നാണ്. അപ്പം എഴുതി കഴിഞ്ഞ് ഇതിങ്ങനെ വായിച്ച് നോക്കിയിട്ട് അപ്പോൾ ഭാസ്കരൻ മാഷ് ഇങ്ങോട്ട് ചോദിച്ചു, വാസുവിന് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്നാണ്. അപ്പോൾ MT സാറ് ചോദിച്ചു, ഈ താനിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ എന്നുള്ളൊരു വരി അതിലുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, ഈ താനിയൂരമ്പലം എവിടെയാ മാഷേ എന്ന് ചോദിച്ചു. അപ്പോൾ ഭാസ്കരൻ മാഷ് തിരിച്ചു, അത് വാസുവിൻ്റെ നാട്ടിൽ ഈ കുമ്പടി ആ ഭാഗത്തുള്ള ഒരു അമ്പലമായിട്ട് തോന്നണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പക്ഷെ എവിടെയാന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അല്ല, തോന്നണില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ തോന്നിയാൽ മതി, അങ്ങനെ ഒരു അമ്പലം ഇല്ല, പാട്ടെഴുത്തിൽ ഇങ്ങനത്തെ തോന്നലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സാറ് എന്നോട് പറയണം, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരാളും ഇപ്പോൾ ഒരു പ്രണയിനിയെ നഷ്ടപ്പെട്ടാൽ നമ്മൾ പാട്ട് പാടുന്നില്ല, ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ പാട്ട് പാടുന്നില്ല, അമ്മ മരിച്ചു കഴിഞ്ഞാൽ പാട്ട് പാടുന്നില്ല, മരം ചുറ്റി പ്രേമിക്കുമ്പോൾ പാട്ട് പാടുന്നില്ല. പക്ഷേ എത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയിലും പാട്ട് വരുന്നുണ്ട്. ഇതൊരു അൺറിയലാണ്. അപ്പോൾ പാട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും അൺറിയൽ ആവുക വേണ്ടു, പക്ഷെ റിയൽ ആണെന്ന് തോന്നും വേണം. അതാണ് പാട്ടിൽ എഴുതേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്. അദ്ദേഹത്തിൽ നിന്ന് ആദ്യം കിട്ടിയ ഉപദേശം അതാണ്.